അപ്പോൾ ലൈവിൽ വൺ ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ്. അതായത് ശ്രീതു ക്യാപ്റ്റനായി ചാർജ് എടുത്തതിന് ശേഷം ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു ടീമിൽ ഷഫിൾ ചെയ്യാൻ. അതായത് കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റനായ ജിൻഡോയെയും അതുപോലെ തന്നെ പവർ ടീമിൽ നിന്ന് പുറത്തായ നമ്മുടെ സിബിനെയും ഏതെങ്കിലും ടീമിലിടാൻ ക്യാപ്റ്റനോട് ബിഗ് ബോസ് പറയുന്നു. അപ്പോൾ ക്യാപ്റ്റനായ ശ്രീതു ചെയ്യുന്നത് എന്താ വെച്ചാൽ ടണൽ ടീമിലേക്ക് ഇടുന്നു. അവിടെയായിരുന്നു ആൾ കുറവുള്ളത്. അവിടെ അൻസിബിയും ജാസ്മിനും മാത്രമേ ഉള്ളായിരുന്നു. ആ ടീമിലേക്ക് ജിൻഡോയെയും സിബിനെയും ഇടുന്നു. അതായത് ജാസ്മിൻ്റെ മെയിൻ ശത്രുക്കളായ ജിൻഡോയെയും സിബിനെയും ജാസ്മിൻ്റെ ടീമിലേക്ക് തന്നെ ഇടുന്നു. അതുപോലെ തന്നെ ജാസ്മിൻ്റെ മറ്റൊരു ശത്രുവാണ് അൻസിബ. അതായത് 3 പേർക്കും ജാസ്മിൻ ഇഷ്ടമല്ല, ജാസ്മിന് 3 പേരും ഇഷ്ടമല്ല. അവർ 4 പേരും ഒരു ടീമിലായി. അതുപോലെ തന്നെ ടണലിപ്പം 10 ടീമിലേക്ക് 10ലേക്ക് മാറുകയാണ്. അതുപോലെ തന്നെ ഈ 10 ടീമിന് കിട്ടിയ ഡ്യൂട്ടി എന്താ വെച്ചാൽ കുക്കിങ്ങും. അതായത് ജാസ്മിന്, അൻസിബ, സിബിന്, ജിൻഡോ ഈ 4 പേരാണ് കുക്കിങ്ങും ഒരേ ടീമും. ഇവരുടെ ഗെയിം കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഇവരെങ്ങനെ ഗെയിം കളിക്കും, ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഇനി എന്തൊക്കെ ചെയ്യും, എങ്ങനെ ഗെയിം പ്ലാൻ ചെയ്യും എന്ന് കാണുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യമായിരുന്നു. അതായത് ജാസ്മിന് ഈ 3 പേരും ഇഷ്ടമല്ല, ഈ 3 പേർക്കും ജാസ്മിനും ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഗെയിം കളിക്കുക എന്നറിയാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്.